ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച. 2019 ജൂലൈ 20 പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തില്ല. പാളി പുനഃസ്ഥാപിച്ചപ്പോൾ മഹസറിൽ തൂക്കം രേഖപ്പെടുത്തിയില്ല. മഹസറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. അതേസമയം സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും ദേവസ്വം ബോർഡിനെ തള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായതിന് തെളിവുകൾ പുറത്ത്. 2019 ജൂലൈ 20 പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ പങ്കെടുത്തില്ല എന്നതിനാണ് തെളിവുകൾ പുറത്തുവന്നത്. സെപ്റ്റംബർ 11 പാളി പുനഃസ്ഥാപിച്ചപ്പോൾ മഹസറിൽ തൂക്കം രേഖപ്പെടുത്തിയില്ല. മഹസറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. അതേസമയം സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും ദേവസ്വം ഉദ്യോഗസ്ഥരെ തള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തി. ഉദ്യോഗസ്ഥർ ചെമ്പുപാളി തന്നത് രേഖാമൂലം. ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ചയുണ്ടായത്. അതിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് നടത്തിയത്. താനടക്കം 3 പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. അതേസമയം സ്വർണ്ണപ്പാളി കവർച്ചയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. പോറ്റിയുടെ സുഹൃത്ത് വാസുദേവൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. മറ്റ് സ്പോൺസർമാരായ അനന്തസുബ്രഹ്മണ്യം, രമേശ് എന്നിവരെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ നാമജപ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. ഒക്ടോബർ 6 മുതൽ 12 വരെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ശബരിമലയെ സംരക്ഷിക്കുമെന്നാവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നാമജപ പ്രതിഷേധം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി ഹിന്ദു ഐക്യവേദി. ശബരിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാമജപ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാമജപ പ്രതിഷേധം നടത്തും. ദേവസ്വം ബോർഡ് രാജിവെക്കുക, ദേവസ്വം ബോർഡ് അഴിമതി CBI അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നാമജപ പ്രതിഷേധം നടത്തുന്നത്. എല്ലാ അയ്യപ്പ വിശ്വാസികളും പങ്കാളികളാകാൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ആവശ്യപ്പെട്ടു. ആചാര സംരക്ഷണത്തിനും ഭക്തർക്കൊപ്പമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇതുവരെ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രം പുറത്തു വന്നിട്ടും ഇതുവരെ പ്രതികരിച്ചതുമില്ല. ഈ സാഹചര്യത്തിലാണ് അയ്യപ്പ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. ജനം, തിരുവനന്തപുരം.